ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജാണ്. അപ്പോൾ ആക്കുളത്ത് പോകാനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റർഡേ മോന് പിക്നിക് ആയിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ചർച്ചിൽ പ്രെയർ ഉണ്ടായിരുന്നു കഴക്കൂട്ടത്ത് വെച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയതായിരുന്നു. കാര്യം ഞങ്ങൾ സിറ്റിയിൽ പോകുമ്പോൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് കറങ്ങിയിട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അവനെയും പിക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആക്കുളത്ത് വന്നതായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്കുളത്ത് വന്നായിരുന്നു. വന്നപ്പോഴേക്കും എടുത്ത വീഡിയോ ആണിത്. അപ്പോഴേക്കും നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ ഇതേ ഇവിടെ കുറച്ച് പ്ലാന്റ്സും പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകേണ്ടുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ സ്കൂളിലെ പിള്ളേർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ യൂണിഫോം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് 2 പേർക്ക് 80 രൂപയാണ്, ഒരാൾക്ക് 40 രൂപ വെച്ച്. അങ്ങനെ പാസ് എടുത്ത് അകത്ത് കയറി. അങ്ങനെ അകത്ത് കയറിയപ്പോഴേക്കും ഇവിടെ എല്ലാം എം ടി ആയിട്ട് കിടക്കുക. കാര്യം നേരത്തെ പിള്ളേർ കളിച്ചിട്ട് അവരൊക്കെ മുകളിൽ നിൽക്കുക ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ. അതുകൊണ്ട് ഇവിടെയൊക്കെ എം ടി ആയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഈ ട്രെയിനിൽ നിന്നൊക്കെ ഉള്ള ഫോട്ടോ മാമാണെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത് കഴിഞ്ഞത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്ത് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിമ്മിങ് പൂളിൻ്റെ വീഡിയോ ഞാൻ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫാമിലി എങ്ങാണ്ട് കുളിക്കുന്നുണ്ടായിരുന്നു. അതായത് സ്വിമ്മിങ് പൂളിനകത്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ പ്രൈവസിക്ക് ഇത് വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്വിമ്മിങ് പൂളിൻ്റെ അങ്ങോട്ട് അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ജസ്റ്റ് ദൂരം നോക്കുമ്പോൾ കിട്ടുന്ന രീതിക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പിള്ളേരൊക്കെ ഇതിനകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് അച്ഛൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വൈറ്റ് ഷർട്ട് ആയതുകൊണ്ട് അഴുക്കാവുമെന്ന് വിചാരിച്ചിട്ട് മാറ്റി ടീഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ബാഗ് ഇവിടെ വെച്ചിട്ട് പോയേക്കാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ബാഗ് കണ്ടത്. അപ്പോൾ അതിലിതേ ഈ കാണുന്ന ബ്ലൂ സ്പൈഡർമാൻ്റെ ബാഗ് എൻ്റെ മോൻ്റേതാണ് കേട്ടോ. സ്പൈഡർമാൻ ഫാനാണ് അവൻ. അങ്ങനെ ഞങ്ങളിത് ഈ ഇവിടെ മെയിനായിട്ട് പാർക്കാണുള്ളത്. ഈ പാർക്കിൽ ഇപ്പോൾ പിള്ളേരില്ല, കുറവാണ്. അവരെല്ലാവരും മുകളിലായതുകൊണ്ട്. അപ്പോൾ പാർക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്നൊരു വഴിയുണ്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഐസ്ക്രീമും പിന്നെ ഡ്രിങ്ക്സൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി മുകളിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ മുകളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിനകത്ത് ഫോട്ടോയൊക്കെ മാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇവർ വിങ്സിൻ്റെ അവിടെ ഉണ്ടല്ലോ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതായിരുന്നു കേട്ടോ. നമുക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ. പക്ഷേ മോൻ്റെ ഫോട്ടോ എനിക്കങ്ങനെ കണ്ടില്ല. അതുകൊണ്ട് പിന്നീട് ഞാൻ അവനെ അവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോകുന്ന വഴിയിൽ സൈഡിൽ റെസ്റ്റ് ചെയ്യാനൊരു ചെറിയൊരു ഹട്ട് പോലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഇരിക്കാം, റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. തിരക്കൊന്നുമില്ല, ആൾ കുറവായിരുന്നു. ഈ പിള്ളേർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈവനിങ് ആയ സമയത്ത് വേറെ 1-2 സ്കൂളിലെ പിള്ളേർ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ വന്ന് ഹട്ടിൻ്റെ അവിടെ ജസ്റ്റ് നോക്കിയിട്ട് മുകളിലോട്ട് കയറി. അപ്പോഴേക്കും മോൻ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് എന്തോ അഡ്വഞ്ചേഴ്സും പിള്ളേർക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിൽ കയറി എൻജോയ് ചെയ്യാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനും താഴോട്ട് ഇറങ്ങി അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് താഴെ ഇരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഒരാൾക്ക് 200 രൂപ എങ്ങാണ്ടാണ്, വലിയ ആൾക്ക്. ഞങ്ങൾ അതിലൊന്നും കയറാൻ നിന്നില്ല. ജസ്റ്റ് അവരെ കണ്ടിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി. പിന്നെ കുറേ മണിക്കൂർ അവിടെ അവർ നിന്ന് കളിച്ചു കേട്ടോ. ഞങ്ങൾ താഴെ ഇരിക്കുമായിരുന്നു. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ച് താഴെ ഇറങ്ങി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. കുറേ നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും കുറേ പിള്ളേരൊക്കെ താഴെ ഇറങ്ങി. മുകളിൽ നിന്ന പിള്ളേരും അതെ വേറെ സ്കൂളിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും നിന്ന് കളിക്കുന്ന കണ്ടിട്ട് ഞാൻ ആ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് 4 മണി 4:30 4:45 ആവാറായപ്പോഴാണ് അവർ തിരിച്ച് പോകാനായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ അതുവരെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവർക്കും മാം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ എൻജോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവരൊക്കെ വീട്ടിൽ പോവാം. അപ്പോൾ എൻ്റെ മോനെ ഞാൻ ഇവിടെ വെച്ച് തന്നെ പിക്ക് ചെയ്തു. എന്നിട്ട് ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ ലുലു മോളിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് ലുലു മോളിലേക്കാണ് പോയത് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മഴ പെയ്തു. ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ നനഞ്ഞു കേട്ടോ. ലുലു മോൾ എത്തുന്നതിന് മുന്നേ നനഞ്ഞു. ഞങ്ങൾ പിന്നെ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നിട്ടില്ല.
മോന് വേറെ അഡീഷണൽ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത് വീണ്ടും മാറ്റിയിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളിത് ലുലു മോളിലെത്തി. ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കണ്ട ഒരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അവിടെ ഫ്ലവർ ഫെസ്റ്റിവൽ അങ്ങനെ എങ്ങാണ്ടാ നടക്കുന്ന കാര്യം. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം, അത് ഇവരുടെ ഡെക്കറേഷന് വെച്ചിരിക്കുന്ന പ്ലാന്റ്സും പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവരുടെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവമാണ്, നമ്മൾ ഡെക്കോറായിട്ട് വയ്ക്കുന്ന കുഞ്ഞു കുഞ്ഞ് സ്കൾപ്ചേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ വേറെ വലിയ വലിയ പ്ലാന്റ്സും പിന്നെ വീടിനകത്ത് വയ്ക്കുന്ന പ്ലാന്റ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതിത്രയും കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്ലവറിനകത്തേക്ക് കാണാനായിട്ട് കയറിയത്. നല്ല ഭംഗിയായിരുന്നു. എനിക്ക് പൂവിൻ്റെ എല്ലാത്തിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡായിട്ട് പോയത് കൊണ്ട് തന്നെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ മഴയും നനഞ്ഞ് പോയത് കൊണ്ട് തന്നെ തണുത്ത് വിറച്ചൊരു വഴിയായി, അത് വേറെ കാര്യം. പിന്നെ ഒരു കാര്യം, അതിനകത്ത് നിന്ന് ഞങ്ങൾ അത്രയും നനഞ്ഞു പോയി, പിന്നെ അതിനകത്ത് നിന്ന് ഉണങ്ങി തിരിച്ചു വന്നു. തിരിച്ചു വന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ ഷോപ്പ് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരിത് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ അവരുടെ വിസിറ്റിംഗ് കാർഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഈ ഫ്ലവേഴ്സൊക്കെ ഉള്ളതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു. ആ ചെയ്തിട്ടേക്കുന്നുണ്ടോ തലയിടായിട്ട് ഇരിക്കുന്ന ഒരു ബാസ്ക്കറ്റ്, ഫ്ലവർ ബാസ്ക്കറ്റ് തൊട്ട് ചെയ്തിട്ടേക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല രസമായിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ, ആ ഒരു ആർച്ചൊക്കെ ഉണ്ടല്ലോ ഫ്ലവർ വെച്ചിട്ടുള്ള, അതൊക്കെ നല്ല രസമായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അകത്ത് കയറുമ്പോഴേക്കും ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും മോനെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ. പിന്നെ കിട്ടിയ കുറേ വീഡിയോസ് എടുത്ത്, എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. അപ്പം ഞാൻ എൻ്റെ മാക്സിമം കുറേ ഞാൻ വീഡിയോസിലൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ നിന്ന് ഈ ഫ്ലവറൊക്കെ കണ്ടിട്ട് പിന്നെ ലുലു മോളിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിച്ചു. ഫുഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്ട് വീഡിയോ. അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം ഇല്ലേ, ഇടിയപ്പവും ചിക്കൻ സ്റ്റൂവും പിന്നെ ബീഫ് കറിയാണ് വാങ്ങിയത്. അപ്പോൾ അത്ര അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോകാനുണ്ടായത് കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അതുവഴി പോയതുകൊണ്ട് ഇറങ്ങി. പിന്നെ മഴയായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കയറി റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കണ്ട കാഴ്ചകളായിരുന്നു ഇതൊക്കെ, പ്രതീക്ഷിക്കാതെ. അപ്പം അത്രേ ഉള്ളൂ ഈ വീഡിയോക്കകത്തുള്ള വിശേഷങ്ങൾ. ബാക്കി നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ.
ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഡെക്കേഴ്സ് ഐറ്റം ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെയും കണ്ട് വീഡിയോ എടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോയ്ക്ക് അകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും, കുറച്ച് കണ്ട വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.